നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെങ്കോട്ട സ്ഫോടനം ഒരു തുടക്കം മാത്രമായിരുന്നു. ഇപ്പോഴിതാ അൽഫലാഖ് മെഡിക്കൽ കോളേജിലെ മരണ ഡോക്ടർമാരുടെ കൂടുതൽ ക്രൂരതകൾ പുറത്ത്. ജെയ്ഷയുടെ പരാജയപ്പെട്ട ഗൂഢാലോചനയാണ് ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പുറത്തെത്തിച്ചിരിക്കുന്നത്. അൽഫലാഖ് സർവകലാശാല ഇപ്പോൾ പൂർണ്ണമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ. ഫരീദാബാദിലും നൂഹിലും ബംഗാളിലുമൊക്കെ അതിശക്തമായ റെയ്ഡുകളാണ് NIA ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭീകരവിരുദ്ധ സേന ഇറങ്ങി പ്രവർത്തിക്കുന്നു. പിടികൂടപ്പെട്ട ഭീകര ശൃംഖലയുമായി അൽഫലാഖ് സർവകലാശാലയിലെ 15 ഡോക്ടർമാർക്ക് ബന്ധമുള്ളതായി തെളിഞ്ഞു. ഈ 15 ഡോക്ടർമാർക്കായി NIA വലവിരിച്ചു. ഇവരെല്ലാം ഒളിവിൽ പോയി എന്നാണ് പുറത്തുവരുന്ന വിവരം. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇവരുടെ വീടുകളിൽ പോലും കുടുംബാംഗങ്ങളില്ല. സ്ഫോടന ഗൂഢാലോചനയുടെ മുഖ്യ കേന്ദ്രമായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലുമായി ഈ 15 ഡോക്ടർമാരും ഉറ്റബന്ധം പുലർത്തിയിരുന്നു. അവരുടെ മൊബൈൽ ഫോണുകൾ ഒരേ സമയം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. സംഘടിതമായ ഒളിച്ചോട്ടമാണ് അവർ നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും നിർണായകമായ സുരക്ഷാ മേഖലയായി അൽഫലാഖ് സർവകലാശാല മാറിയിരിക്കുന്നു. വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്രസേനയിലെ അംഗങ്ങൾ, NIA ഉദ്യോഗസ്ഥർ എന്നിവരടക്കം വലിയ ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇപ്പോൾ അൽഫലാഖ് സർവകലാശാലയിലുള്ളത്. ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാണ് ഇപ്പോൾ സർവകലാശാലയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നത്. CIA സംഘം സിവിൽ വേഷത്തിൽ സർവകലാശാലയുടെ ഗേറ്റുകളിൽ സുരക്ഷ നൽകുന്നു. സർവകലാശാലയിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയുടെ പ്രവേശനവും പുറത്തു കടക്കലുമൊക്കെ അവർ രജിസ്റ്റർ ചെയ്യുന്നു. സൈനിക കൃത്യതയോടെയാണ് അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്. പ്രധാന ഗൂഢാലോചനക്കാരുമായി ബന്ധമുള്ളത് എന്ന് സംശയിക്കുന്ന നിരവധി വാഹനങ്ങൾ അൽഫലാഖ് സർവകലാശാലയിൽ നിന്ന് കണ്ടെടുത്തു. ഭീകരാക്രമണ ഗൂഢാലോചനയുടെ മുഖ്യ കേന്ദ്രമാണ് നൂഹ് ജില്ലയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. നൂഹിലെ തവാഡുവിലും സമീപ പ്രദേശങ്ങളിലും NIAയും ഫരീദാബാദ് ക്രൈംബ്രാഞ്ചും തുടർച്ചയായ റെയ്ഡുകൾ നടത്തുകയാണ്. നൂഹ് ജില്ലയിൽ നിന്ന് ഇതുവരെ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. 3 ഡോക്ടർമാർ, ഒരു ഇമാം, ഒരു വളം വിൽപ്പനക്കാരൻ എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാത്രി വൈകി 2 ഡോക്ടർമാരെ കൂടി കസ്റ്റഡിയിലെടുത്തു. മറ്റൊരാളെ ഈ ആഴ്ച ആദ്യം തവാഡുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. പശ്ചിമ ബംഗാളിലെ നോർത്ത് ദിനാജ്പൂർ ജില്ലയിലെ സൂര്യപൂർ മാർക്കറ്റിൽ നിന്ന് അൽഫലാഖ് സർവകലാശാലയിലെ 2024 ബാച്ചിലെ MBBS ബിരുദധാരിയായ സാനിഷാർ ആലമിനെ NIA അറസ്റ്റ് ചെയ്തു. ഇതൊരു പ്രധാന വഴിത്തിരിവായി അന്വേഷണത്തിൽ. വെള്ളിയാഴ്ച ഇതേ ജില്ലയിൽ നിന്ന് മറ്റൊരു ഡോക്ടറെയും കസ്റ്റഡിയിലെടുത്തു. ഭീകര ശൃംഖല ഹരിയാനയ്ക്ക് പുറത്തേക്കും വ്യാപിച്ചുവെന്നാണ് ഈ അറസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ഹരിയാന, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നീ മേഖലകളിലായി പരന്നുകിടക്കുന്ന വലിയ ഭീകര ശൃംഖലയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പെറുക്കിക്കൂട്ടുന്നത്. ഡൽഹി സ്ഫോടനക്കേസിലെ മുഖ്യ ഗൂഢാലോചനക്കാരായ ഡോക്ടർ ഷഹീൻ ഷാഹിദിന്റെയും ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിന്റെയും രജിസ്ട്രേഷൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റദ്ദാക്കി. ഇവരെ പുറത്താക്കിയത് അപൂർവമായ ഒരു അച്ചടക്ക നടപടിയാണ് എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കൾ, ലബോറട്ടറികൾ, ശൃംഖലകൾ എന്നിവയുമായി ബന്ധമുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉൾപ്പെടുന്ന ആഴത്തിലുള്ളതും ഘടനാപരവുമായ ഒരു ബന്ധത്തെയാണ് ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നത്. കാണാതായ 15 ഡോക്ടർമാർക്കും ഈ ഭീകര ശൃംഖലയുമായി നേരിട്ട് ബന്ധമുണ്ട്. ലോജിസ്റ്റിക്സ്, പ്രതികൾ തമ്മിലുള്ള ആശയവിനിമയ ശൃംഖല എന്നിവയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു. ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന ഡോക്ടർമാർ സംസ്ഥാന അതിർത്തികൾ കടക്കാനോ രാജ്യം കടക്കാനോ സാധ്യതയുണ്ടോ എന്ന പരിശോധനയും തുടരുകയാണ്. ഡൽഹി സ്ഫോടനം, മറ്റു പല മേഖലകളിലും സ്ഫോടനങ്ങൾ നടത്താൻ ആസൂത്രണം ചെയ്തത് അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഡോക്ടർമാർ, മരണ ഡോക്ടർമാർ എന്നാണിപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇവരെ വിശേഷിപ്പിക്കുന്നത്. പകൽ സമയത്ത് അവർ രോഗികൾക്ക് സുഖം പ്രാപിക്കാനുള്ള മരുന്നുകൾ നൽകും. രാത്രിയിൽ രാജ്യം തകർക്കാനുള്ള സ്ഫോടന പദ്ധതി ആസൂത്രണം ചെയ്യും. 4 യുവ ഡോക്ടർമാരുടെ ഒരു ചെറിയ സർക്കിളായി ആരംഭിച്ച ഭീകര ശൃംഖല ഇപ്പോൾ 4 സംസ്ഥാനങ്ങളും കടന്ന് അതിവേഗം വളരുന്ന ഘട്ടത്തിലാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ വലയിലകപ്പെട്ടത്. ഏറ്റവും സങ്കീർണമായ തീവ്രവാദ മോഡ്യൂളുകളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചികഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തം. ജമ്മു കാശ്മീർ മുതൽ ഡൽഹി, NCR, ഹരിയാന, ഉത്തർപ്രദേശ്,
പശ്ചിമ ബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബോംബ് നിർമ്മാണ ആവാസ വ്യവസ്ഥയെയാണ് അന്വേഷണ ഏജൻസികൾ അനാവരണം ചെയ്തിരിക്കുന്നത്. ക്ലിനിക്കുകൾ, ക്ലാസ് മുറികൾ, മെഡിക്കൽ ഐഡികൾ എന്നിവയെ ഭീകരപ്രവർത്തനങ്ങൾക്കായി മാറ്റിയ ഡോക്ടർമാരുടെ ഏറ്റവും ക്രൂരമായ ഭീകര മൊഡ്യൂളുകളാണ് ഇപ്പോൾ ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കുന്നത്. ഒരു ഡോക്ടർ മൊഡ്യൂളായി അന്വേഷണം ആരംഭിച്ച് പിന്നീട് പ്രധാന ഭീകര സെല്ലുകളിലേക്കും അവരുടെ ശൃംഖലകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു നെറ്റ്വർക്ക്. മെഡിക്കൽ വിദ്യാർത്ഥികളെയും യുവ ഡോക്ടർമാരെയും റാഡിക്കൽ അൻസാർ ഗസ്വത് ഹിന്ദ് പ്രത്യയശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്ന തലത്തിലാണ് ഇവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആദ്യം തുടക്കമിട്ടത്. അവർ ആദ്യം ഒരുമിച്ച് ചേർന്നത് ഏറ്റവും അടുപ്പമുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളായി. ഡോക്ടർ മുസമ്മിൽ ഗനായിയാണ് ഈ പ്രത്യയശാസ്ത്രത്തിന് തുടക്കമിട്ടത്. അയാൾക്കൊപ്പം ഡോക്ടർ ഉമർ നബി, ഡോക്ടർ മുസാഫിർ, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ എന്നിവർ ചേർന്നു. മെഡിക്കൽ കോളേജിലെ പഠനത്തിലൂടെയും പ്രൊഫഷണൽ ആവാസ വ്യവസ്ഥയിലൂടെയും 4 പേരും പരസ്പരം ബന്ധപ്പെട്ടു. അവർ അൽഫലാഖ് സർവകലാശാലയിലെ 17-ാം നമ്പർ റൂമിൽ പതിവായി കണ്ടുമുട്ടി. അൽഫലാഖ് സർവകലാശാലയിലെ 13-ാം നമ്പർ റൂം അവർ തങ്ങളുടെ പരീക്ഷണങ്ങൾക്കായി മാറ്റിവെച്ചു. ഈ റൂം മുസമ്മിലിൻ്റെ റൂമാണ്. തൊട്ടടുത്തുള്ള ലബോറട്ടറിയിൽ നിന്ന് കെമിക്കൽ വസ്തുക്കൾ ഈ മുറിയിലേക്ക് അവർ കൊണ്ടുവന്നു. പിന്നീട് ബോംബ് നിർമ്മാണം അടക്കമുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചത് 13-ാം നമ്പർ മുറിയിൽ. 4 സംഘം ഒരുമിക്കാനും ചില കാരണങ്ങളുണ്ട്. ഷോപ്പിയാനിലെ ഒരു മത പുരോഹിതൻ, ആ പ്രദേശത്ത് ആദരണീയനായ ഒരു ഹാഫിസ് പണ്ഡിതൻ, ഇർഫാൻ ബാഗെ രംഗപ്രവേശം ചെയ്തതോടെ ഈ 4 ഡോക്ടർമാരും അയാളുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി. മുസമ്മിലുമായി ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ നടത്തുന്നതിനിടയിലാണ് ഈ മതപുരോഹിതൻ ആദ്യം സംവദിച്ചത്. ആ കൂടിക്കാഴ്ചയിൽ മുസമ്മിൽ, ആദിൽ, മുസാഫിർ എന്നിവർ ഉൾപ്പെട്ട ക്ലോസ് സർക്കിൾ റാഡിക്കലൈസേഷൻ സെഷനുകളുടെ ഒരു പരമ്പരയ്ക്ക് അയാൾ തുടക്കമിട്ടു. ഇർഫാന്റെ സ്വാധീനം നിർണായകമായിരുന്നു. അയാൾ പ്രത്യയശാസ്ത്രപരമായ ഒരു നട്ടെല്ലായി നിന്നു. സായുധ ജിഹാദിനിടം, ആഖ്യാനം, മതപരമായ ന്യായീകരണം എന്നിവയിലൂടെ 4 സംഘത്തെ അയാൾ ആകർഷിച്ചു. തുടർന്ന് ഇയാൾ അഫ്ഗാനിലും പാകിസ്ഥാനിലുമുള്ള ഭീകര ശൃംഖലകളുമായി ഈ ഡോക്ടർമാരെ ബന്ധപ്പെടുത്തി. 2021 അവസാനത്തോടെ ആ സംഘം പ്രസംഗങ്ങളിൽ മാത്രം തങ്ങളുടെ ആശയം ഒതുക്കി നിർത്തിയില്ല. ഇന്ത്യയിൽ അൻസാർ ഗസുദുൽ ഹിന്ദ് പുനരുജ്ജീവിപ്പിക്കാൻ മുസമ്മിൽ സ്വയം അവരോധിതനായി. മറ്റുള്ളവരെ അയാൾ പ്രവർത്തനക്ഷമമായ നടപടികളിലേക്ക് തള്ളിവിട്ടു. 2022 ഒക്ടോബറിൽ 4 പേരും ഒരു രഹസ്യ യാത്രയ്ക്കായി അഫ്ഗാനിസ്ഥാനിലേക്ക് പുറപ്പെട്ടു. ബോംബ് നിർമ്മാണം പഠിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള യാത്രയും അവർ പദ്ധതിയിട്ടിരുന്നു. 15 ദിവസത്തോളം അവർ അഫ്ഗാനിസ്ഥാനിൽ താമസിച്ചു. ഔദ്യോഗികമായി അൻസറിൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനമെടുത്തതിന് ശേഷമായിരുന്നു ഈ യാത്ര. പിന്നീട് ഇവർ ഒരുമിച്ച് തുർക്കിയിലേക്കൊരു യാത്ര പോയി. ആ യാത്രയിലും അഫ്ഗാൻ ഒരിക്കൽ കൂടി സന്ദർശിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അവരുടെ പ്രോഗ്രാം വിജയിച്ചില്ല. ഈ ഘട്ടത്തിലാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം നിലയുറപ്പിച്ച ജെയ്ഷെ ബന്ധമുള്ള മുതിർന്ന നേതാവായ അബു ഉക്കാസീവരുമായി ബന്ധപ്പെടുന്നത്. ബോംബ് നിർമ്മാണം നേരിട്ട് പഠിക്കാൻ അഫ്ഗാനിലോ തുർക്കിയിലോ കടന്നു വരേണ്ടതില്ല. ഓൺലൈനായി താൻ പരിശീലനം നൽകാമെന്നാണ് ഈ ഭീകരൻ ഇവരെ അറിയിച്ചത്. പിന്നീട് ഇയാൾ സംഭരണ ലിസ്റ്റുകൾ, സംഭരണ മറച്ചുവെക്കൽ തന്ത്രങ്ങൾ, സ്ഫോടക വസ്തുക്കൾ സംയോജിപ്പിക്കുന്ന വീഡിയോകൾ, എൻക്രിപ്റ്റ് ചെയ്ത PDF-കൾ എന്നിവയൊക്കെ ഇവർക്ക് കൈമാറി. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു മോഡ്യൂളായി അങ്ങനെ വൈറ്റ് കോളർ മോഡ്യൂൾ ടെററിസം കൂടുതൽ ശക്തമായ വളർച്ചയിലേക്ക്. 2023 തുടക്കത്തിൽ ഡോക്ടർമാർ ഒരു ഭൗതിക ശൃംഖല കെട്ടിപ്പടുക്കാനുള്ള ഒരുക്കം ആരംഭിച്ചു. ഫരീദാബാദ്, സഹറാൻപൂർ, ഡൽഹി, NCRന്റെ പ്രാന്തപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അവർ ഹബ്ബുകൾ സൃഷ്ടിച്ചു. സോനെപത്ത്, ഗുഡ്ഗാവ് മേഖലകളിലുള്ള വളക്കടകളിൽ നിന്ന് അവർ ധാരാളം അമോണിയം നൈട്രേറ്റ്, പൊട്ടാഷ്, മറ്റ് രാസവസ്തുക്കൾ എന്നിവ വാങ്ങിക്കൂട്ടി. ചില കടയുടമകൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ അതിന് മറുപടിയായി തങ്ങളുടെ മെഡിക്കൽ ഐഡികൾ ഉയർത്തിക്കാട്ടി. അൽഫലാഖ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് ഈ രാസവസ്തുക്കൾ മേടിക്കുന്നത് എന്നുവരെ അവർ കടയുടമകളോട് വിശദീകരിച്ചു. ഡോക്ടർമാർ അവരുടെ പദവി പരമാവധി ദുരുപയോഗം ചെയ്തു എന്ന് വ്യക്തമാണ്. മോഡ്യൂളുമായി ബന്ധപ്പെടുന്ന ഒരു വാഹനം ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. തുടർന്നാണ് 32 വാഹനങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നുവെന്ന കണ്ടെത്തൽ. ഉമർ നബിയുടെ അസാധാരണമായ യാത്രാവഴികളിലൂടെ പിന്നീട് അന്വേഷണ ഏജൻസികൾ തുടർ യാത്രകൾ ചെയ്തു. ഒക്ടോബർ 18 ഉമർ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് രഹസ്യ യാത്ര നടത്തി. ഒക്ടോബർ 24 അയാൾ മടങ്ങിയെത്തിയത്. പക്ഷെ തൻ്റെ 2 മൊബൈൽ ഫോണുകൾ കാശ്മീരിൽ ഉപേക്ഷിച്ചു. ഡൽഹി സ്ഫോടനത്തിന് മുൻപ് കൃത്യമായുള്ള ഒരുക്കമാണ് ഉമർ അവിടെ കാട്ടിയത്.
കാശ്മീരിലെത്തി തന്റെ മൊബൈൽ ഫോണുകൾ അവിടെ ഉപേക്ഷിക്കുക വഴി ഒരു ക്ലാസിക് കൗണ്ടർ സർവൈലൻസ് തന്ത്രം ഇയാൾ പയറ്റി. പിന്നീട് ഒക്ടോബർ 30 അയാൾ അൽഫലാഖ് ക്യാമ്പസിൽ നിന്ന് അപ്രത്യക്ഷനായി. മൊഡ്യൂൾ പതിവായി ഉപയോഗിച്ചിരുന്ന അതേ i20 ഉപയോഗിച്ച് നൂഹിലേക്ക് അയാൾ വണ്ടി തിരിച്ചു. പുലർച്ചെ 1:36 ഫിറോസ്പൂർ ചാർക്ക ടോൾ പ്ലാസ കടന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഡൽഹിയിൽ. അയാളെ പിന്തുടർന്ന അന്വേഷണ ഏജൻസികൾ ഭയാനകമായ ബോംബ് നിർമ്മാണ ആവാസ വ്യവസ്ഥ, പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡിലറുമായി നേരിട്ടുള്ള ബന്ധം എന്നിവ കണ്ടെത്തി. മാളുകൾ, ആശുപത്രികൾ, സാമ്പത്തിക കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടുന്ന പൊതു ഇടങ്ങൾ ലക്ഷ്യമിട്ട് വൻ ആക്രമണമാണ് ജെയ്ഷെ മുഹമ്മദ് ഇവരിലൂടെ പദ്ധതിയിട്ടിരുന്നത് എന്ന് അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു. മാസങ്ങൾ നീണ്ട നിരീക്ഷണം, ഡിജിറ്റൽ ട്രാഫിക്, ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ ഇവ ഒരുമിച്ച് ചേർത്തുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ ഭീകര മൊഡ്യൂൾ നിലം പൊത്തിയത്. ജമ്മു കാശ്മീരിലെ കസ്സികുണ്ടിൽ വെച്ച് ഡോക്ടർ ആദിലിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഓരോ നീക്കവും നെഞ്ചിടിപ്പുണ്ടാക്കുന്നത്. ഗൂഢാലോചനയുടെ വ്യാപ്തി മാത്രമല്ല, ഗൂഢാലോചനക്കാരുടെ പ്രൊഫൈലും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു. അവരെല്ലാം വിദ്യാസമ്പന്നർ, ജീവൻ രക്ഷിക്കുന്നതിൽ പരിശീലനം നേടിയവർ, എന്ന മനുഷ്യനെ കൊല്ലാൻ യാതൊരുവിധ മടിയുമില്ലാത്തവർ. തങ്ങളുടെ കഴിവുകളും പ്രാപ്തിയും ഉപയോഗിച്ച് ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണ പദ്ധതിക്കാണ് ഈ ഡോക്ടർമാർ ഒരുമിച്ച് ചേർന്നത് എന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പിന്നീട് സൂക്ഷ്മതയോടെ നീങ്ങി. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും പുതിയ ഉൾക്കഥയാണ് പുറത്തേക്ക് വരുന്നത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനം ഒരു തുടക്കം മാത്രമായിരുന്നു അവർക്ക്. രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വൻ സ്ഫോടനങ്ങൾക്കാണ് ജെയ്ഷെ പദ്ധതിയിട്ടത്. 2021-22 കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു ഗൂഢാലോചന, അത് ഷോപ്പിയാനിലെ ഒരു മതപുരോഹിതനിലൂടെ ഡോക്ടർമാരിലേക്കും അൽഫലാഖ് സർവകലാശാലയിലേക്കും അവർ വളർത്തിയെടുത്തു. മിക്ക സംസ്ഥാനങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന വലിയ ഭീകര നെറ്റ്വർക്കിനാണ് ജെയ്ഷെ ശ്രമിച്ചത്. അഫ്ഗാൻ പാക് അതിർത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അബു ഉക്കാസി എന്ന വിദേശ ഹാൻഡലറെ ഈ ഭീകര മൊഡ്യൂളിന്റെ കോർഡിനേഷൻ ജെയ്ഷെ മുഹമ്മദ് ഏൽപ്പിക്കുന്നു. ഫരീദാബാദിലും സഹറാൻപൂരിലും ഭീകര ഡോക്ടർ മൊഡ്യൂളുകളോട് രാസവസ്തുക്കളും ബോംബ് നിർമ്മാണത്തിനാവശ്യമായ മറ്റ് സാമഗ്രികളുമൊക്കെ സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഇതേ അബു ഉക്കാസ. ഡോക്ടർ മുസമ്മിൽ ഉൾപ്പെടെ ഇതുവരെ അറസ്റ്റിലായ ഡോക്ടർമാരുടെ മൊബൈൽ ഫോണുകളുടെ കോൾ ഡീറ്റെയിൽ റെക്കോർഡുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഏറെ സഹായകരമായി. ഡിജിറ്റൽ ട്രാഫിക് അതുതന്നെയാണ് ഈ കേസിന്റെ നിർണായക വശം. ഡോക്ടർ ഉമർ നബി ശ്രീനഗറിൽ കുഴിച്ചിട്ട ഫോണിൽ നിന്നായിരുന്നു ഡിജിറ്റൽ തെളിവുകളുടെ തുടക്കം. പിന്നീട് മുസമ്മിൽ, ആദിർ എന്നിവരുടെ മൊബൈൽ ഫോണുകൾ ഡീകോഡ് ചെയ്തുകൊണ്ട് സുപ്രധാന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഭീകരൻ ഉമർ മുഹമ്മദിന് 20 ലക്ഷം രൂപ ലഭിച്ചിരുന്നതായി NIA സ്ഥിരീകരിച്ചു. ഇത് സംബന്ധിച്ച ഹവാല ഇടപാടുകൾ നടത്തിയവരെ NIA പിടികൂടി. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ബംഗാളിൽ നിന്ന് പിടിയിലായ ഫരീദാബാദ് അൽഫലാഖ് സർവകലാശാലയിലെ MBBS വിദ്യാർത്ഥി ജാനിസുർ ആലം എന്ന നിസാർ, ഇയാളെ അതിശക്തമായ നിലയിൽ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ഭീകര സംവിധാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടയാളാണ് നിസാർ എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണക്കുകൂട്ടൽ. ഭീകരാക്രമണ ശ്രമങ്ങൾക്കിടെ പ്രതികൾ രാജ്യം വിടാൻ പദ്ധതിയിട്ടതായി ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടു. അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഈ അടുത്താണ് പാസ്പോർട്ടിന് അപേക്ഷിച്ചത്. പോലീസ് വെരിഫിക്കേഷൻ നവംബർ 3 ഹരിയാനയിലെ നൂഹിൽ നിന്ന് പിടിയിലായ മുഹമ്മദ് മുസ്തഖിം എന്നീ ഡോക്ടർമാരിൽ ഒരാൾ നവംബർ 2 അൽഫലാഖിൽ നിന്ന് അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയത്. മറ്റൊരാൾ നൂഹിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറും. ഇതിനിടയിൽ ഫരീദാബാദ് സംഘവുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന 45-കാരനായ സർജനെ പഞ്ചാബിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. പഠാൻകോട്ടെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഇയാൾ നേരത്തെ അൽഫലാഖ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു. ഡോക്ടർമാരും ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന വലിയ ഭീകര മൊഡ്യൂൾ. ഒടുവിലിത അൽഫലാഖ് യൂണിവേഴ്സിറ്റിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ. സർവകലാശാലയ്ക്കെതിരെ 2 കേസുകളാണിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വ്യാജരേഖ ചമയ്ക്കൽ, തട്ടിപ്പ് എന്നിവയാണ് കേസിനാസ്പദമായ പരാതികൾ. UGC, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഭീകര സംഘാംഗങ്ങൾ തങ്ങളുടെ കേന്ദ്രമാക്കി അൽഫലാഖ് സർവകലാശാല എന്ന് തിരിച്ചറിഞ്ഞതിന് തൊട്ടുപിന്നാലെ സർവകലാശാലയുടെ പ്രവർത്തനം തകരാറിലായി. 8ലേറെ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രൊഫസർമാർ കൂട്ടത്തോടെ രാജിവെച്ചു. സർവകലാശാലയിലെ 15 ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുക്കാനുള്ള NIA ശ്രമം. 5ഓളം ഡോക്ടർമാർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ചുരുക്കത്തിൽ സർവകലാശാല പൂർണ്ണമായും നിരീക്ഷണത്തിലായ അവസ്ഥ.
വിദ്യാർത്ഥികളിൽ പലരും പഠനം നിർത്തി വീടുകളിലേക്ക് മടങ്ങി. ഇവിടെ MBBSന് ഫീസായി വർഷം തോറും വാങ്ങിയിരുന്നത് 16 ലക്ഷം രൂപ വീതം. ഈ പണം ഉൾപ്പെടെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വഴിമാറ്റിയോ എന്ന സംശയം അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുണ്ട്. രാജ്യം നടുങ്ങുന്ന അന്വേഷണമാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.